हाय बच्चे, क्या आप सब खैरियत से हैं? സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? ഹാ, സുഖമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൊഡ്യൂൾ തീനാണല്ലേ, മൊഡ്യൂൾ തീനാണ്. അതിന് മുന്നേ ഞാൻ ഒരു ചിത്രം കാണിച്ചു തരാം. അതൊന്ന് നോക്കിയിട്ട് പറയണം അത് എന്ത് ചിത്രമാണ് എന്നുള്ളത്. ഓക്കെ बच्चों, ये देखिए, ये क्या तस्वीर है? ഇതെന്ത് തസ്വീറാ? ഹാ, ഷാദി കാ തസ്വീർ ഹേ. യേ ഷാദി കാ തസ്വീർ ഹേ അല്ലേ? നമുക്കറിയാം ഇത് ഷാദിയുടെ തസ്വീറാണ്. ഈ കോൻ ഹേ? യേ ദുൽഹൻ ഹേ. യേ ദുൽഹൻ ഹേ ഔർ യേ ദുൽഹ ഹേ അല്ലേ? വധുവും വരനുമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ആരാ? അവരുടെ റിഷ്തദാറുകളാണ് അല്ലേ? നമുക്കറിയാം ഇതൊക്കെ അല്ലേ? നമ്മളെല്ലാവരും കല്യാണത്തിന് പോയിട്ടുള്ളതല്ലേ? കല്യാണത്തിന് പോയിട്ടില്ലേ എല്ലാവരും? എല്ലാവരും കല്യാണത്തിന് പോയിട്ടുണ്ടാവും അല്ലേ? പലതരത്തിലുള്ള ആചാരങ്ങളായിരിക്കും ഓരോരോ കല്യാണങ്ങൾക്കും, നമുക്കറിയാം അല്ലേ? അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, എന്തായാലും കല്യാണത്തിന് ദുൽഹനും ദുൽഹയും വേണം അല്ലേ? ദുൽഹനും ദുൽഹയും ഇല്ലാതെ ഒരു കല്യാണം ഉണ്ടാവില്ല അല്ലേ? ദുൽഹൻ ആരാ? ഇപ്പോൾ പറഞ്ഞു നമ്മൾ, വധുവാണ്. അതുപോലെ തന്നെ ദുൽഹയാണ്. പിന്നെയോ പിന്നെ ഒരുപാട് ആളുകളുണ്ടാവും. അതേപോലെ തന്നെ സഹേലിയാം അല്ലേ? ആരാ സഹേലിയാം? തോഴിമാരുണ്ടാവും. പിന്നെ ഖാന അല്ലേ? നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാവും. പിന്നെയോ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ഖുഷി, ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ മേൽജോൽ അല്ലേ? എല്ലാവരുടെയും കൂടിച്ചേരൽ. അങ്ങനെ വളരെ എന്താ പറയുക, കല്യാണം എന്ന് പറയുന്നത് ശരിക്കും നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും അല്ലേ, അയൽക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ? നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഘോഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർ മാത്രം. ഇപ്പോൾ ഓണം ആണെന്നുണ്ടെങ്കിൽ അവരാഘോഷിക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് ആണെന്നുണ്ടെങ്കിൽ വേറുള്ളവർ ആഘോഷിക്കുന്നു അല്ലേ? അതുപോലെ തന്നെ പെരുന്നാളാണെങ്കിൽ വേറുള്ളവർ ആഘോഷിക്കുന്നു, അങ്ങനെയായിരിക്കും. പക്ഷെ ഒരു കല്യാണം എന്ന് പറയുന്ന സമയത്ത് ജാതി മത ഭേദമന്യേ എല്ലാവരും അന്നത്തെ ദിവസം അതിൽ പങ്കാളികളാവും അല്ലേ? അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഒരു സാമൂഹിക ഒത്തുചേരലാണ് അല്ലേ? അവിടെ ഒരു സാമൂഹിക ബന്ധം, ഒരു സാമാജിക റിഷ്ത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സാമൂഹിക ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ ടെക്സ്റ്റ് തുറക്കുമ്പോൾ നമുക്കിവിടെയും കാണാൻ പറ്റുന്നത് എന്തിൻ്റെ ചിത്രം? യെസ്, നമ്മൾ പറഞ്ഞ അതേ അല്ലേ? ഷാദി കാ തസ്വീർ ഹേ. യഹാം ബി ഏക്ക് ദുൽഹൻ ഹേ. ഇവിടെയും ഒരു ദുൽഹൻ ഉണ്ട് അല്ലേ? ദുൽഹൻ സേവറാത്ത് പഹൻകർ ബഹത്ത് ഖൂബ്സൂരത്ത് ബനാ ദിയാ ഹേ അല്ലേ? നല്ല ഭംഗിയായിട്ട് ആഭരണമൊക്കെ അണിഞ്ഞ് നല്ല ഭംഗിയായി ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സഹേലിയാം അല്ലേ? സഹേലിയാം ഇവിടെ ഒപ്പന കേൾത്തി ഹേ. അതേപോലെ ഇവിടെ നോക്കൂ, ഇവിടെ കൊട്ടും കുരവയും ഒക്കെ ആയിട്ട് വേറൊരു കല്യാണത്തിൻ്റെ ആ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഓരോ കല്യാണങ്ങൾക്കും പലതരത്തിലുള്ള ആചാരങ്ങളാണെന്ന്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്തിനാണ് ഈ കല്യാണത്തിൻ്റെ ചിത്രമൊക്കെ തന്നിരിക്കുന്നത്? നമുക്ക് നോക്കാം അല്ലേ? നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ പാഠഭാഗവും ഇതുമായി ബന്ധപ്പെട്ട എന്തോ ആണെന്ന് അല്ലേ? നമുക്കതൊന്ന് നോക്കാം അല്ലേ? നോക്കൂ, സബക് തീൻ അഗലേ മഹീനെ അമൽ കി ബഹൻ കി ഷാദി ഹേ. അഗലേ മഹീനെ അടുത്ത മാസം അമലിൻ്റെ ബഹൻ്റെ അല്ലേ? അമലിൻ്റെ സഹോദരിയുടെ ഷാദി ഹേ കല്യാണമാണ്, ഷാദിയാണ്. ആരാ ഈ അമൽ? നമ്മുടെ അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ അമ്മയെക്കുറിച്ച് നമ്മുടെ ഗ്രാമോത്സവത്തിൽ പാട്ട് പാടിയ അതേ അമൽ, അതുപോലെ തന്നെ തൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിനെ കുറിച്ച് ഇക്കോ ക്ലബ്ബുകാരനോടൊക്കെ വിവരിച്ചു കൊടുത്ത അതേ അമൽ അല്ലേ? അതേ അമൽ തന്നെയാണ് കേട്ടോ. നോക്കൂ, അടുത്ത മാസം അമലിൻ്റെ ബഹൻ്റെ ഷാദിയാണ്. ഷാദി കി ദഅവത് ദേനെ കെ ലിയെ വോ അപ്നെ ദോസ്ത് നാദിറ കെ ഘർ ഗയാ. ഷാദി അല്ലേ? ഷാദി കി ദഅവത് ദേനെ കെ ലിയെ കല്യാണം ക്ഷണിക്കാനായിട്ട് അവൻ അവളുടെ ദോസ്തായ നാദിറയുടെ ഘറിൽ എത്തി. മനസ്സിലായോ? അമൽ കോ ദേഖ് കർ നാദിറ ബഹുത് ഖുഷ് ഹുയി. അമലിനെ കണ്ടിട്ട് നാദിറ വളരെ സന്തോഷിച്ചു. അവൾ പറയുകയാണല്ലേ, അരേ അമൽ തും യഹാം അല്ലേ? അമൽ നീ ഇവിടെ. അവൾ
വളരെ ആശ്ചര്യത്തോടുകൂടെ അമലിനോട് ചോദിക്കുന്നു. യേ ദേഖിയേ യേ ഹേ ഹമാരാ മൊഡ്യൂൾ കാ തസ്വീർ. കണ്ടല്ലോ, മൊഡ്യൂൾ കാ തസ്വീർ എവിടെ ഉണ്ട് അല്ലേ? എന്താ മൊഡ്യൂളിൻ്റെ പേര്? മൊഡ്യൂൾ കാ നാം സബ് ഖൈറിയത്ത് സേ ഹേ. ഞാനിപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ക്യാ ആപ് സബ് ഖൈറിയത്ത് സേ ഹേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അർത്ഥം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്ന് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? സബ് ഖൈറിയത്ത് സേ ഹേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖമാണ് കേട്ടോ, എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ നമ്മുടെ ചിത്രത്തിലേക്ക് നോക്കാം. ചിത്രം നോക്കൂ, ഇവിടെ എന്താ കാണുന്നേ? ക്യാ ദേഖ്തേ ഹേ? ഹാ, യേ കോൻ ഹേ? യേ അമൽ ഹേ. നമുക്കറിയാം അല്ലേ, ഇത് അമലാണ്. യേ നാദിറ ഹേ, ഇത് നാദിറയാണ്. ആരായിരിക്കും? നാദിറാക്കി അമ്മി ആയിരിക്കും അല്ലേ? നമുക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ, നാദിറാക്കി അമ്മിയാവാം. പിന്നെ ക്യാ കർത്തേ ഹേ, ഇവിടെ എന്താ ചെയ്യുന്നവർ? അമൽ ചായ് പീത്താ ഹേ അല്ലേ, അമൽ ചായ കുടിക്കുന്നുണ്ട്. അമൽ കെ ഹാത്ത് മേ ക്യാ ഹേ? അമൽ കെ ഹാത്ത് മേ യേ ക്യാ ഹേ? യേ ക്യാ ഹേ? അമൽ കെ ഹാത്ത് മേ ഷാദി കാർഡ് ഹേ അല്ലേ, ഇൻവിറ്റേഷൻ കാർഡാണ്, കല്യാണ പത്രികയൊക്കെ ഉണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ വീട്ടിലും ആളുകൾ കല്യാണം വിളിക്കാൻ വരാറുണ്ട് അല്ലേ? അല്ലേ? ഉണ്ട്. അപ്പോൾ നിങ്ങളും അവർക്ക് ഇതുപോലെ ചായയൊക്കെ കൊടുക്കാറില്ലേ? ഉണ്ട്, ചായ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വന്നു കല്യാണം വിളിച്ചു അവരങ്ങനെ പോവുമോ? ഇല്ല അല്ലേ? നമ്മളോട് കുറേ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കും അല്ലേ? ബാത്ചീത്ത്, കുറച്ച് സംഭാഷണമൊക്കെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ചായയും പലഹാരമൊക്കെ നമ്മൾ കൊടുത്ത് അതിന് ശേഷമൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക? കല്യാണം വിളിക്കുക. അപ്പോൾ ഇനി നമ്മുടെ അമൽ എങ്ങനെയാണ് കല്യാണം വിളിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുന്നേ നമുക്കൊരു ഷാദി കാർഡ് കണ്ടുവരാം. ഇതാ ഇവിടെ സ്ക്രീനിൽ ഒരു ഷാദി കാർഡ് ഉണ്ട്, കണ്ടോ? ഷാദി കാർഡ് ഉണ്ട്. ഇതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? എന്തൊക്കെ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ആരുടെ കല്യാണമാണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? വധുവിൻ്റെയും വരൻ്റെയും ഒക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എപ്പോഴാണ് നിക്കാഹ്, അല്ലെങ്കിൽ എപ്പോഴാണ് ആ വിവാഹത്തിൻ്റെ ആ കർമ്മങ്ങൾ ഉണ്ടാവുമല്ലോ, അതെപ്പോഴാണ്, താലികെട്ട് എന്നൊക്കെ പറയില്ലേ, അതെപ്പോഴാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെന്യൂ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, സമയം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ കല്യാണ കാർഡിൽ കല്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ കല്യാണ കാർഡൊക്കെ? നമുക്ക് ഉറുദുവിലുള്ള ഒരു കല്യാണ കാർഡും കൂടി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ ഉറുദുവിലുള്ള ഒരു കല്യാണ പത്രികയാണ്. ഇതിലും അതുപോലെ തന്നെ പേര് കൊടുത്തിട്ടുണ്ട്, അലാവുദ്ദീൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഫ നാസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് രണ്ടുമാണ്. ഇത് ദുൽഹയാണ്, ഇത് ദുൽഹനാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥലവും കാര്യങ്ങളും പ്രോഗ്രാമൊക്കെ എവിടെയാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് മക്കാമ് കൊടുത്തിട്ടുള്ളത്, അഥവാ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതേപോലെ എപ്പോഴാണ് എന്നൊക്കെ ഇതിൽ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതാ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കല്യാണ പത്രികയൊക്കെ എല്ലാവരും ഒന്ന് തുറന്ന് നോക്കുക, അതിലെന്തൊക്കെ വിവരങ്ങൾ ഉണ്ട് എന്നൊക്കെ. ഇനി നമുക്ക് നമ്മുടെ അമൽ എങ്ങനെയാണ് നമ്മുടെ നാദിറേൻ്റെ കുടുംബത്തിനെയൊക്കെ കല്യാണം ക്ഷണിച്ചത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. സബക് ദേഖിയേ ബച്ചേ, നമ്മുടെ പാഠഭാഗം നോക്കൂ. അമൽ, नादिरा तुम कैसी हो? नादिरा मैं ठीक हूँ, आओ बैठो, बताओ क्या हालचाल है? अमल, सब कुछ ठीक चल रहा है, अम्मी और अब्बू कहाँ हैं? नादिरा, अब्बू अभी अभी बाहर गए हैं और अम्मी अंदर है. अम्मी, अरे अमल बेटे कैसे हो? अमल, ठीक हूँ खाला जान, आप कैसी है? അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം അല്ലേ? അമൽ പറയുകയാണ്, നാദിറ തും കൈസി ഹോ അല്ലേ? നാദിറ നിനക്ക് സുഖമാണോ? പിന്നെ നാദിറ എന്ത് പറയുന്നു? മേ ടീക്ക് ഹോം അല്ലേ, എനിക്ക് സുഖമാണ്. ആവോ ബൈട്ടോ അല്ലേ, വരൂ ഇരിക്കൂ അല്ലേ. ബതാവോ ക്യാ ഹാൽ ചാൽ ഹേ, പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ അല്ലേ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അല്ലേ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ എന്നൊക്കെ ചോദിക്കും അല്ലേ. അതുപോലെ നാദിറയും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമൽ പറയുന്നു, സബ് കുച്ച് ടീക്ക് ചൽ രഹാ ഹേ, എല്ലാം നന്നായി തന്നെ പോകുന്നു.
അമ്മി ഓർ അബ്ബു കഹാ ഹേ, അല്ലേ? അച്ഛനും അമ്മയൊക്കെ എവിടെ? ഇപ്പം നാദിറ പറയുന്നുണ്ട്, അബ്ബു അഭി അഭി ബാഹർ ഗയേ ഹേ, അച്ഛൻ ഇപ്പം പുറത്തേക്ക് പോയതേ ഉള്ളൂ. അവർ അമ്മി അന്തർ ഹേ, അമ്മയോ അകത്തുണ്ട്. അപ്പോഴേക്കും നാദിറയുടെ അമ്മി വരുന്നു. അമ്മി അമലിനെ കണ്ടിട്ട് പറയുകയാണ്, അരേ അമൽ ബേട്ടെ കൈസേ ഹോ, അല്ലേ? അമൽ മോനെ സുഖമാണോ? അപ്പം അമൽ പറയുന്നു, ടീക്ക് ഹും ഖാലാജാൻ, അല്ലേ? സുഖമാണ് ഖാലാജാൻ. ആപ് കൈസി ഹേ, താങ്കൾക്ക് സുഖമാണോ? നോക്കൂ, അച്ചി ഹും ബേട്ട ബതാവോ ഗർമി സബ് കൈസേ ഹേ, അല്ലേ? നന്നായിരിക്കുന്നു മോനെ, പറയൂ വീട്ടിൽ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും സുഖമാണോ? അപ്പോൾ അമൽ പറയുന്നുണ്ട്, സബ് ഖൈരിയത്ത് സെ ഹേ ഖാലാജാൻ, അല്ലേ? എല്ലാവർക്കും സുഖം തന്നെയാണ് ഖാലാജാൻ. ഈ ഖാലാജാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇളയമ്മ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പം നാദിറ പറയുകയാണ്, ആപ്കി ബഹൻ കാ ക്യാ ഹാൽ ഹേ, നിൻ്റെ സഹോദരിയിലെ നിൻ്റെ സഹോദരിയുടെ വിശേഷങ്ങൾ എന്താണ്? അപ്പോൾ അമൽ പറയുന്നുണ്ട്, എക് ഖൂഷ് ഖബരി ഹേ, ഒരു സന്തോഷ വർത്തമാനമുണ്ട്. അകലെ മഹീനെ ബഹൻ കി ഷാദി ഹേ, അടുത്ത മാസം എൻ്റെ സഹോദരിയുടെ കല്യാണമാണ്. ആപ് സബ്കോ ദാവത്ത് ദേനെ ആയാ ഹും, അല്ലേ? നിങ്ങൾക്കെല്ലാവരെയും അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാനായി വന്നതാണ്. പിന്നെ നാദിറ പറയുന്നുണ്ട്, അച്ഛാ യേ തോ ബഡി ഖുഷി കി ബാത്ത് ഹേ, അല്ലേ? അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഷാദി കിസ് താരീഖ് കോ ഹേ, എന്താ ചോദിക്കുന്നത്? കല്യാണം ഏത് ഡേറ്റിനാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് കല്യാണം എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ അമൽ പറയുന്നുണ്ട്, അഗലേ മഹീനെ, അഗലേ മഹീനെ. അപ്പോൾ അമൽ പറയുന്നു, അഗലേ മഹീനെ 26 അഗസ്റ്റ് ഇതുവാർ കെ ദിൻ, അടുത്ത മാസം, അല്ലേ? അടുത്ത മാസം ഓഗസ്റ്റ് 26 ഞായറാഴ്ച. അപ്പം നാദിറ പറയുകയാണ്, അച്ചി ബാത്ത് ഹേ. അപ്പോൾ അമൽ പറയുന്നു, സുബാഹ് 11 ബജെ ബാരാത്ത് ആയേഗി और उसके बाद നിക്കാഹ് ഹോഗ, എന്താ പറയുന്നത്? രാവിലെ 11 മണിക്ക് ബാരാത്ത്, ബാരാത്ത് എന്ന് പറഞ്ഞാൽ വരൻ്റെ സംഘം വരും, വരൻ്റെ സംഘം എത്തും. और उसके बाद നിക്കാഹ് ഹോഗ, അതിനുശേഷമായിരിക്കും നിക്കാഹ്, അതിനുശേഷം നിക്കാഹ് നടക്കും. ആപ്പ് ഗർവാലോം കെ സാത്ത് ഷാദി മേ ജരൂർ ആയിയേഗ, അല്ലേ? എന്താ പറയുന്നത്? നീ വീട്ടുകാരോടൊപ്പം കല്യാണത്തിന് തീർച്ചയായും വരണം. ഇപ്പം നാദിറ പറയുകയാണ്, ജി ഹാ ഹം സബ് ജരൂർ ആയേങ്കെ, അല്ലേ? എന്താ പറയുന്നത്? ശരി, അല്ലേ? ജി ഹാ, ശരി, ഞങ്ങളെല്ലാവരും തീർച്ചയായും വരും. അപ്പോൾ ഇതിലെ കുറച്ച് മുഷ്കിലാത്ത് അൽഫാസ്, അല്ലെങ്കിൽ പ്രയാസകരമായിട്ടുള്ള വാക്കുകളുടെ അർത്ഥമൊക്കെ ഞാൻ പാഠമെടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോട്ട്ബുക്കിലേക്ക് കുറിച്ച് വയ്ക്കുക, അതെല്ലാം പഠിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരേക്കും ഖുദാ ഹാഫിസ്.